ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ മോഡ്സ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുള്ളതാണ് സിവിക്കിൻ്റെ സ്പോയിലർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. കുറേ ആയാലും നമ്മൾ ഈ സ്പോയിലർ ഇട്ടിട്ടുള്ളൂ. നമ്മൾ സ്പോയിലർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. കുറച്ച് ദിവസം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് റിയാക്ഷൻ കാര്യങ്ങൾ എന്നൊക്കെ. നിങ്ങളും പറയും എങ്ങനെയുണ്ട് കമൻറ്റിൽ അറിയിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ നമ്മുടെ ഷെഡിൽ എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ റിവേഴ്സാണ് ഇടാറ്, ഫ്രണ്ട് ഇങ്ങോട്ട് ഇടാറ്, റിവേഴ്സ് ഇടാറ്. ഇന്നലെ പിന്നെ പുറത്ത് പോയി വന്നിട്ട് അങ്ങനെ കയറ്റിയിട്ടാണ് കേട്ടോ. ഈ സൈഡ് ഡോറ് ക്ലോസ് ആയിട്ടില്ല. ഇത് ആക്ച്വലി ഇവിടെ ഈ ഒരു ബീഡിങ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതോടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്താണെങ്കിൽ കണ്ട താഴെ മൊത്തം മഴ പെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലിട്ട് എടുക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിട്ട് എടുത്തു കഴിഞ്ഞാൽ വെളിച്ചുണ്ടാവില്ല. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടിട്ട് നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാം. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു 2 ബോൾട്ട് അയച്ചാൽ മാത്രം മതി, 8 ബോൾട്ട്. വേറെ പ്രത്യേകിച്ച് പണി എന്ന് പറയാനില്ല. ഞാൻ അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കീ എടുത്തിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി അൺലോക്ക് ചെയ്യണം. ആക്ച്വലി ഈ ഒരു കീയുടെ ബാറ്ററി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അത് നമുക്ക് ബാറ്ററി മാറ്റാനുണ്ട്, ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ബാറ്ററി മാറ്റാത്തത്. പിന്നെ ഈ ബീഡിങ് ഇതിങ്ങനെ പുറത്തേക്ക് കണ്ടോ, ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ലോക്ക് വിട്ടതാണ്, ഇതിൻ്റെ അടിയിൽ ലോക്ക് വരും കണ്ടോ, ഇവിടെ ലോക്ക് വരും. സോ ആ ഒരു ലോക്ക് കംപ്ലൈൻ്റ് ആയതാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റ് എടുക്കാത്തത്. ഞാൻ ഈ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ, നോർമലി ഈ ഡോറ് ഞാൻ തുറക്കാറില്ല, ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബീഡിങ് ആദ്യം ഞാൻ കയറ്റി വിടും ഉള്ളിലേക്ക്. കാണിച്ചു തരാം. കയറ്റി വിട്ടതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് ക്ലോസ് ആവും. പക്ഷേ ഇതിങ്ങനെ പറ്റില്ല. അറിയാത്തവരെ ഞാൻ ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിലുള്ളത് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അവരുള്ളിൽ നിന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഡിങ് ഇങ്ങനെ പുറത്ത് വെക്കും. അത് ഭയങ്കര അലമ്പാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ വണ്ടി എടുക്കാത്തതുകൊണ്ടും ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടുമാണ് അത് പിന്നെ മാറ്റാഞ്ഞത്. നമുക്ക് വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഇടാം. കൂൾ. കംപ്രസർ ഓൺ ആക്കിയിട്ടുണ്ട്. സൈലൻസറിൻ്റെ നോയ്സ് കുറച്ച് അലമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമാവണില്ല ഈ ഒരു നോയ്സ്. കാരണം റെസിനേറ്റർ പൊട്ടിയതിന് ശേഷം കസ്റ്റം ചെയ്തതിന് ശേഷം സൗണ്ട് ഭയങ്കര കച്ചറയിലാണുള്ളത്. അതായത് മുന്നേ നമ്മുടെ സിവിക്കിൻ്റെ സൗണ്ട് കേട്ടവർക്കും വീഡിയോസ് കണ്ടവർക്കും അറിയാൻ പറ്റും, ഭയങ്കര സ്മൂത്ത് സൗണ്ടായിരുന്നു. ആ ഒരു സൗണ്ടിൽ നിന്ന് മാറി ആകെ ഒരു എന്താ പറയുക, സൗണ്ട് നല്ല സൗണ്ടാണ്. പക്ഷെ എനിക്ക് പഴയ ഒരു സൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് തീരെ ഇഷ്ടമാവണില്ല. ഒന്നും കൂടെ റീകസ്റ്റം ചെയ്യാനുണ്ട്. അതല്ലെങ്കിൽ വേറെ എക്സോസ്റ്റ് എടുത്തിട്ട് ചെയ്യണം. കുറച്ച് നേരം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു, വണ്ടി ഒന്ന് കാമായി. അതുപോലെ തന്നെ എയറെല്ലാം ഫില്ലാക്കി നമ്മൾ വണ്ടി പൊക്കിയിട്ടിട്ടുണ്ട്. വണ്ടി പൊക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അധികം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ വേണം നമുക്ക് റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ലെവലിൽ വേണം വണ്ടി എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിടാൻ വേണ്ടിയിട്ട്. എന്താ സൗണ്ട് കേട്ട് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താ സൗണ്ട് കേട്ട്? ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു, എന്തിനോ നമ്മൾ തട്ടണ പോലത്തെ. പക്ഷേ അതെന്താണെന്ന് മനസ്സിലായില്ല. കാരണം ബാക്ക് ഇറങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, അടിവാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല, എന്തൊക്കെയാണാവോ. പിന്നെ നമുക്ക് സ്പോയിലർ റിമൂവ് ചെയ്യുമ്പോൾ മെയിനായിട്ട് 8 ബോൾട്ടാണുള്ളത്. ഇത് നമ്മൾ അഴിക്കണില്ല. ഇത് അഴിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ബോൾട്ടിൻ്റെ 8 ബോൾട്ടിൻ്റെ മുകളിലാണ് ആക്ച്വലി ഈ ഒരു പീസ് ഇരിക്കുന്നത്. റെഡ് സിവിക്കിൻ്റെ മുകളിൽ ഇരുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാമ്പ്. ഈ ഒരു ക്ലാമ്പ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഡിക്കി മാറ്റിയ സമയത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എക്സ്റ്റെൻഡ് ചെയ്ത വീഡിയോ ഞാൻ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെസിയുടെ ഷോപ്പിൽ ഇരുന്നിട്ടാണ് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതായത് നമ്മളിത് കസ്റ്റം ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് ഞാനിത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏജൻസ് ഓഫ് ചെമ്മാൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോള് ഇവിടെ ആയിരുന്നു നമ്മുടെ ഡിക്കിയുടെ മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാമ്പിൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഹോൾ ഇവിടെ കാണും. സോ ആ ഒരു ഹോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 8 ബോൾട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഫുള്ള് 3M അടിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ 2 8 ബോൾട്ടാണ്. ഈ ഒരു ക്ലാമ്പ് അവിടെ തന്നെ ഇരുന്നോട്ടെ. കാരണം ഇത് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഹോളുണ്ട്, ആ ഒരു ഹോള് കാണും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. 10ൻ്റെ 8 ബോൾട്ടാണ്. ബാക്കിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ബാറ്ററി അയച്ച സമയത്ത് ഡിക്കിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിക്കി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഡിക്കി കണ്ടോ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നോർമലി നിങ്ങൾ ഡിക്കി മെറ്റലിൻ്റെ ഡിക്കിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഭയങ്കര വെയിറ്റ് ആയിട്ട് കണ്ടോ, തീരെ വെയിറ്റില്ലാതെ. അതാണ്
കാർബൺ ഫൈബർ, തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജമ്പറും അതെല്ലാം ഉണ്ട്. ടൂൾസ് ഇതാ മൊത്തം, ഇത് മൊത്തം 10 കേട്ടോ. ഇത് ബാറ്ററിക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് വണ്ടിയിൽ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരാം. ഇതാണ് നമ്മുടെ സബ്, നമ്മുടെ എയറിൻ്റെ കൺട്രോൾ. നമ്മൾ ടൂൾസ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. നമ്മൾ ഇത്രയും ടൂൾസാണ് എടുത്തേക്കുന്നത്. ഇത്രയും ടൂൾസിൻ്റെ ആവശ്യമില്ല ശരിക്ക്. നമ്മൾ സ്പാനർ എടുത്തിട്ടുണ്ട്, റിംഗ് സ്പാനർ എടുത്തിട്ടുണ്ട്, ടീയും എടുത്തിട്ടുണ്ട് 10-ൻ്റെ, പിന്നെ റാച്ചറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. റാച്ചറ്റ് വെച്ചിട്ട് നമുക്ക് ഈ 10-ൻ്റെ നെറ്റ് ബോൾട്ട് അയക്കാം. അങ്ങനെ റാച്ചറ്റിൻ്റെ ഒരു ഉപകാരം ഇതാണ്, സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ബോൾട്ടും തുരുമ്പോൾ അയക്കണം കേട്ടോ, മാറ്റാൻ അയക്കണം. അത് ഇപ്പുറത്തേക്കും കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് 10-ൻ്റെ ഇങ്ങോട്ട് പിടിക്കാം. നമ്മളിപ്പുറത്തെ റിമൂവ് ചെയ്തു. നമ്മൾ ഈ ഒരു ബോൾട്ട് കിട്ടാത്ത കണ്ട, ഒരു കിട്ടാത്ത എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടൈറ്റായിട്ടാണ് ഈ ക്ലാമ്പ് ഇരിക്കുന്നത്. ഇതും ടൈറ്റ് ഉണ്ട് കേട്ടോ, തുരുമ്പായിട്ടാണ് ഒരു ടൈറ്റ് വരുന്നത്. ഇതും നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം സിമ്പിളായിട്ട് അയക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തും നമുക്ക് സിമ്പിളായിട്ട് അയക്കാം. സ്പോയിലർ ഇളകി പിടിച്ചിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. യെസ്. ഓ ഗോഡ്, ഒരു പണി കിട്ടി ഗൈസ്. നമ്മൾ സ്പോയിലർ റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ റിമൂവ് ചെയ്തപ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ. സീൻ വേറൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സ്പോയിലർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോൾട്ട് കിട്ടാതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നു. തട്ടിയ സമയത്ത് കണ്ട ഇതിൻ്റെ അടിയിലത്തെ ഈ ഒരു ക്ലാമ്പ് വിട്ടുപോകുന്നു. ഈ ഒരു ക്ലാമ്പ് വിട്ടുപോകും. ഇനി നമുക്ക് റിവിറ്റ് ചെയ്യാനുണ്ട്. ഇത് ആക്ച്വലി റിവിറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ വേറെ റിവിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇനി ഫിക്സ് ചെയ്യുന്ന സമയത്ത് വേറെ റിവിറ്റ് അറേഞ്ച് ചെയ്തിട്ട് അത് റിവിറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കാനുണ്ട്. ഈ ഒരു സൈഡ് പിന്നെ വലിയ കുഴപ്പമില്ല, ഈ സൈഡ് ഇളകിയിട്ടില്ല. ആ സൈഡാണ് കൂടുതൽ ഇളകിയേക്കണത്. ഇതൊക്കെ എന്തോ പോലെ ഉണ്ട് അല്ലേ, എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടമാവണില്ല. ഞാനൊന്ന് വണ്ടി ഒന്ന് താഴ്ത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കി നോക്കാം നമുക്ക്. താഴ്ത്തിയിരുന്നാൽ ചിലപ്പോൾ വൃത്തിയുണ്ടാവും കേട്ടോ, എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ സ്പോയിലർ റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ ട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ പോലെ ഉണ്ട്, എന്തോ ഒന്ന് കണ്ടറ പോകുന്നു, എന്തോ ഒന്ന് കാര്യമായിട്ടുള്ള ഒന്ന് പോയ പോലെ ഉണ്ട്. സ്പോയിലർ ഇല്ലെങ്കിൽ വണ്ടിയല്ല കേട്ടോ നമുക്ക്. പക്ഷേ സ്പോയിലറില്ലാതെ എന്തോ പോലെ ഉണ്ട് കേട്ടോ, എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ആവട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതല്ലേ. സോ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. ഇപ്പോൾ സ്പോയിലർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. സംഭവം ഒരു ഡെക്ക് സ്പോയിലറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. ഡെക്ക് സ്പോയിലർ കണ്ടില്ല, ഇങ്ങനെ കയറി നിൽക്കുന്ന, ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന സ്പോയിലറുണ്ട്. ആ ഒരു സ്പോയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസാവും. മ്യൂഗണ് വൃത്തി ഉണ്ടാവും. പക്ഷേ മ്യൂഗണിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മ്യൂഗണിൻ്റെ സ്പോയിലർ ഞാൻ വെക്കാത്തത്. പിന്നെ വേറെയും കുറേ ഒരുപാട് സ്പോയിലേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഭയങ്കര വലിയൊരു സ്പോയിലറൊക്കെ വരുന്നുണ്ട് CF തന്നെ. അതൊക്കെ നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് വണ്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു വ്യൂ. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഇത് വെച്ചിട്ട് ഓടി വെക്കാം. സ്പോയിലർ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തീരെ വെയിറ്റ് ഇല്ല. നോക്ക് എന്താ, ഓട്ടോമാറ്റിക്കലി ഇത്ര പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോയിലർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് സ്പോയിലർ ഇല്ലാതെ തീരെ ഇഷ്ടമല്ല. ഞാൻ മുന്നേയും ഇതുപോലെ ഞാൻ റിമൂവ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് സ്പോയിലർ ഇല്ലാതെ. എനിക്ക് ഈ സ്പോയിലർ ഭയങ്കര ഇഷ്ടമാണ്. സ്പോയിലർ കയറിയാലാണ് വണ്ടി ആവുള്ളൂ. അതിൻ്റെ ഒരു വശപ്പശക്ക് ഇങ്ങനെ നോക്കുമ്പോൾ
തോന്നുന്നുണ്ട്. ചെറിയൊരു സ്പോയിലർ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ നല്ല വൃത്തിയായിരുന്നു. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡക്ക് സ്പോയിലറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാകണം. നമുക്ക് അടുത്ത വീഡിയോ ആണ്.